Hi all, welcome to Wings to Win Education. വെൽഫെയർ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് മെയിനായിട്ടും വെൽഫെയറിൽ വരുന്നത്. അതായത് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എക്കണോമിക് സിറ്റുവേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വെൽഫെയർ എക്കണോമിക്സ്. ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ആളുകൾ ബെനിഫിറ്റായി, ആ ബെനിഫിറ്റിൻ്റെ എണ്ണം കൂടുന്തോറും വെൽഫെയർ കൂടിയെന്നുള്ളതാണ് അർത്ഥം. ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് എന്താവേണ്ടതുണ്ട്, ബെനിഫിറ്റഡ് ആവേണ്ടതുണ്ട്. അങ്ങനെ ബെനിഫിറ്റ് കൂടുന്തോറും ഒരുപാട് പേരിലേക്ക് എത്തും തോറും വെൽഫെയറും കൂടും. നമുക്കറിയാം വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ മെഷർ ചെയ്യുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല എക്കണോമിസ്റ്റുകളും വെൽഫെയറിനെ പല രീതിയിലാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെൽഫെയറിന് പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് ഉണ്ട്. എന്തെല്ലാമാണ് വെൽഫെയർ മെഷർ ചെയ്യുന്നതിന് പല എക്കണോമിസ്റ്റുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് എക്കണോമിസ്റ്റുകൾ ഡിഫറെൻറ്റ് ലെവലിലാണ് വെൽഫെയറിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടു. ഇങ്ങനെ ഡിഫറെൻറ്റ് എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയൻസ് ആണ് ഗ്രോത്ത് ഓഫ് GNP ആസ് വെൽഫെയർ ക്രൈറ്റീരിയൻ. GNPയുടെ ഗ്രോത്ത് വെച്ചിട്ട് വെൽഫെയറിനെ മെഷർ ചെയ്തിട്ടുണ്ട്. അത് മെഷർ ചെയ്തത് ആഡം സ്മിത്ത് ആണ്. ദെൻ ജെറമി ബെൻതാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബെൻതാംസ് ക്രൈറ്റീരിയൻ ഉണ്ട്. വിൽഫ്രെഡോ പാരറ്റോയുടെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ഉണ്ട്. കാൾഡർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. കാൾഡറും ഹിഗ്സും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാൾഡർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ദെൻ കുറച്ചും കൂടെ വൈഡ് വ്യൂ ആയിട്ടുള്ള ബെർഗ്സൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ട്. ബെർഗ്സന്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, അവിടെ എപ്പോഴാണ് ഒരു സൊസൈറ്റി അവരുടെ മാക്സിമം അല്ലെങ്കിൽ അവരുടെ ഒപ്റ്റിമം വെൽഫെയറിൽ എത്തുന്നത് എന്നുള്ളതെല്ലാം ബെർഗ്സൺ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ആണ്. പാരറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പാരറ്റോയുടെ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ആണ് ഫസ്റ്റ് ബെസ്റ്റ് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഗ്രോത്ത് ഓഫ് GNP ആസ് വെൽഫെയർ ക്രൈറ്റീരിയൻ, നമ്മുടെ വെൽഫെയറിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് GNPയിൽ വരുന്ന ഗ്രോത്തിനെയാണ് നമ്മുടെ ആഡം സ്മിത്ത് മെഷർ ചെയ്തിട്ടുള്ളത്. അതായത് ആഡം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ GNP ഇൻക്രീസ് ചെയ്യും തോറും, GNP കൂടും തോറും സൊസൈറ്റിയുടെ വെൽഫെയറും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഒരു സൊസൈറ്റിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് കൺസംഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. അത്തരത്തിൽ പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ലഭിക്കും. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ലഭിക്കുകയും അവരുടെ ഇൻകം കൂടുകയും അതുപോലെ തന്നെ അവർ വീണ്ടും ഡിമാൻഡ് ആവുകയും പ്രൊഡക്ഷൻ വീണ്ടും കൂടുകയും അത്തരത്തിൽ ഒരു സൈക്കിൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രോത്ത് ഉണ്ടായാൽ മതി, അത് വെൽഫെയറിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ആഡം സ്മിത്തിൻ്റെ അഭിപ്രായം. ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം കൺസംഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെൻറ്റ് കൂടുന്നു. ഇത് സൊസൈറ്റീനെ മൊത്തമായിട്ട് ബെനിഫിറ്റഡ് ആക്കും എന്നുള്ളതാണ് ആഡം സ്മിത്തിൻ്റെ അഭിപ്രായം. ഇതാണ് ഗ്രോത്ത് ഓഫ് GNP ആസ് വെൽഫെയർ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും പഠിക്കാനില്ല. ദെൻ ബെൻതാംസ് ക്രൈറ്റീരിയൻ. ബെൻതാം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു ക്രൈറ്റീരിയൻ. ബെൻതാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ്, മറ്റൊരു വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് അദ്ദേഹം സൊസൈറ്റീനെ അനലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വെൽഫെയറിനെ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റിൽ നിന്നും അനലൈസ് ചെയ്തിട്ടുള്ളത്. ബെൻതാമിൻ്റെ അഭിപ്രായത്തിൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രേറ്റസ്റ്റ് ഗുഡ് ഈസ് സെക്വേർഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് നന്മകൾ വരും, ഒരുപാട് നന്മകൾ വരും എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വന്നാൽ അതാണ് വെൽഫെയർ ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ബെൻതാം പറയുന്നത്. അപ്പം ഗ്രേറ്റസ്റ്റ് ഗുഡ് ഈസ് സെക്വേർഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതാണ് ബെൻതാമിൻ്റെ ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ബെൻതാമിൻ്റെ മെഷറായിട്ട് പറയുന്നത്. അതായത് ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റിക്ക് എത്രത്തോളം പേർക്ക് അത് നന്മ നൽകാൻ കഴിയുന്നുണ്ടോ അതാണ് ആ പോളിസിയുടെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളതാണ് ബെൻതാം പറയുന്നത്. അദ്ദേഹം എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതായത്
ഒരു സൊസൈറ്റിയിൽ 3 ഇൻഡിവിജ്വൽസ് ആണ്, എ ബി സി എന്ന് പറയുന്ന 3 ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളത്. അതാണ് നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 3 ഇൻഡിവിജ്വൽസ് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി കാരണം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കാരണം ആ 3 പേർക്കും ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ആരുടെ ക്രൈറ്റീരിയൻ? ബെൻതാമിൻ്റെ ക്രൈറ്റീരിയൻ. ഈ എ ബി സി എന്ന് പറയുന്ന 3 പേർക്കും എന്ത് കിട്ടണം? നല്ല രീതിയിൽ നന്മ കിട്ടണം. 3 പേരിലേക്കും ആ നന്മ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് ബെൻതാമിൻ്റെ അഭിപ്രായം. ഇനി ഈ എ ബി സി എന്ന് പറയുന്ന ഈ ഒരു 3 പേർക്കും നന്മ കിട്ടണം. അതാണ് ഗ്രേറ്റസ്റ്റ് ഗുഡ് ഈസ് സെക്യൂർഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് നമ്പർ. സൊസൈറ്റിയിലെ എല്ലാ ആളുകൾക്കും എന്തിലെത്തണം? കൂടുതൽ നന്മ കിട്ടുന്നതാണ് വെൽഫെയർ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് ബെൻതാം കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റിന് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് നമ്മുടെ മോഡേൺ എക്കണോമിസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. അതായത് കാർഡിനൽ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാനാവില്ല? യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാനാവില്ല. ദെൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡബ്ല്യു എന്ന് പറയുന്നത്, ഡബ്ല്യു ആണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് എ പ്ലസ് യൂട്ടിലിറ്റി ഓഫ് പി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് സി. 3 ഇൻഡിവിജ്വൽസ് ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള ടോട്ടൽ വെൽഫെയർ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് 3 പേർക്കും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റീനെ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ നമ്പർ എത്രയാണോ കൂടി വരും തോറും എന്താണ്? സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. പക്ഷേ ഇതിൽ വരുന്നൊരു ഷോർട്ട് കമ്മിങ് എന്താണെന്ന് വെച്ചാൽ എക്കും ബിക്കും യൂട്ടിലിറ്റി കൂടുതൽ കിട്ടി, സിയുടെ നന്നായിട്ട് കുറഞ്ഞാലും എക്കും ബിക്കും കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും സിക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതിൽ കാണിക്കില്ല? ഈ ഒരു സോഷ്യൽ വെൽഫെയർ കാണിക്കില്ല. അതായത് ഇവിടെ 100 ഇവിടെ 100 അപ്പം 200 കിട്ടി. അപ്പം ഇവിടെ 50 പകുതിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പം 250 അത്യാവശ്യം ഹൈ സ്കോറാണ് അതായത് എക്കും ബിക്കും എന്താണ്? ഗ്രേറ്റസ്റ്റ് കിട്ടി. പക്ഷെ സിൻ്റെ എന്താണ്? കുറഞ്ഞാൽ കൂടി ഇതിൽ അത് കാണിക്കില്ല, സോഷ്യൽ വെൽഫെയറിൽ കാണിക്കില്ല. ഇതാണ് ബെൻതാമിൻ്റെ ക്രൈറ്റീരിയന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഓഫ് എയും ബിയും സിയും ആഡ് ചെയ്താൽ എക്കും ബിക്കും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടി. പക്ഷേ സിയുടെ ബെനിഫിറ്റ് കുറഞ്ഞാൽ പോലും സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്, ടോട്ടൽ വെൽഫെയർ സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ വെൽഫെയർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല മെഷർമെൻ്റ് ആയിട്ട് കണക്കാക്കാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ദെൻ ദി പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ എന്താണ്? പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ. പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പാരറ്റോയാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു ക്രൈറ്റീരിയൻ അറിയപ്പെടുന്നത്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയന് ഫസ്റ്റ് ബെസ്റ്റ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് വെൽഫെയർ മെഷർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിയറി ആയിട്ടാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ കണക്കാക്കുന്നത്. ഈ ഒരു പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ്ഡ് ആയി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് ഒരാളെയും വേഴ്സ് ഓഫ് ചെയ്യാതെ, ഒരാളെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കാതെ ഒരാളെയെങ്കിലും ബെറ്റർ ഓഫ് ആയിട്ട് ബാധിക്കണം. ഒരാളെയും എന്താവാനാ പാടില്ല? വേഴ്സ് ഓഫ് ആയിട്ട് ബാധിക്കാൻ പാടില്ല. പക്ഷെ ഒരാളെയെങ്കിലും എന്തായിട്ട് ബാധിക്കണം? ബെറ്റർ ഓഫ് ആയിട്ട് ബാധിക്കണം. അതാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പ്രധാനമായിട്ടും പറയുന്നത്. ദാറ്റ് ഈസ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ. ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് എന്താവണം? ഒരാൾക്കെങ്കിലും നന്മ വരികയും വേണം, പക്ഷെ ഒരാളെയും അത് വേഴ്സ് ഓഫ് ആയിട്ട് ബാധിക്കാനും പാടില്ല. ദാറ്റ് ഈസ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ എ ബി സി എന്ന് പറയുന്ന 3 ഇൻഡിവിജ്വൽസ് ആണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് വെക്കുക. അപ്പോൾ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവന്നു. ഈ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് എക്കോ ബിക്കോ സിക്കോ നിലവിലുള്ള കണ്ടീഷനിൽ നിന്ന് താഴേക്ക് പോകാൻ
കഴിയരുത്. അതായത് എയും ബിയും സിയും ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത്, ഏത് എക്കണോമിക് കണ്ടീഷനിലാണോ നിൽക്കുന്നത്, ആ എക്കണോമിക് കണ്ടീഷനിൽ നിൽക്കണം. അതിൽ നിന്നും താഴെ പോകാൻ പറ്റില്ല. പക്ഷെ ഒരാളെങ്കിലും, ഇതിൽ എയോ ബിയോ സിയോ ഒരാളെങ്കിലും എന്ത് ചെയ്യണം, അവരുടെ ആദ്യത്തെ നിലയിൽ നിന്ന്, അതായത് അവർ നിൽക്കുന്ന നിലയിൽ നിന്ന് മുന്നോട്ട് പോകണം. അവരുടെ എക്കണോമിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരാളുടേത് മുന്നോട്ട് പോവുകയും വേണം, നന്നാവുകയും വേണം. പക്ഷെ ഒരാളുടെയും മോശമാവുകയും ചെയ്യരുത്. അതാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പാരറ്റോ എഫിഷ്യൻ്റ്, ഈ ഒരു പാരറ്റോയുടെ ക്രൈറ്റീരിയൻ പ്രകാരം പാരറ്റോ എഫിഷ്യൻ്റ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് 3 മാർജിനൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 മാർജിനൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ, ഒരു ഇക്കോണമി പാരറ്റോ എഫിഷ്യൻ്റ് സിറ്റുവേഷനിൽ എത്തി എന്ന് പറയാനാവും. ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്. എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച് ആണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് അമംഗ് കൺസ്യൂമേഴ്സ്. കമ്മോഡിറ്റീസ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എഫിഷ്യൻസി വരണം. അതായത് നമ്മുടെ അടുത്തുള്ള കമ്മോഡിറ്റീസ്, ഒരു ഇക്കോണമിക്ക് അകത്തുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആ ഒരു ഇക്കോണമിക്ക് അകത്തുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എന്ത് വരണം, എഫിഷ്യൻസി വരണം. എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സ്ചേഞ്ചിൽ വരുമ്പോൾ എഫിഷ്യൻസി ലഭിക്കേണ്ടതുണ്ട്. ദെൻ അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ദി അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് അമംഗ് ഫേംസ് ഓർ അതർവൈസ് നോൺ ആസ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിലും എഫിഷ്യൻസി വരേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രൊഡക്ഷനിൽ എഫിഷ്യൻസി വരുന്നത്? എല്ലാ ഫേംസിൻ്റെ അകത്തും ഫാക്ടേഴ്സ് അലോക്കേഷൻ എന്താവണം, എഫിഷ്യൻ്റ് ആവണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ എഫിഷ്യൻസി ഇൻ ദി അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് അമംഗ് കമ്മോഡിറ്റീസ് ആൻഡ് ഫാക്ടേഴ്സ് അമംഗ് ഫേംസ്. ഇത് ഈ ഒരു പ്രൊഡക്ഷൻ്റെയും എക്സ്ചേഞ്ചിൻ്റെയും ഒരു മിക്സ്ചർ ആണ് എന്ത്, എഫിഷ്യൻസി ഇൻ ദി പ്രൊഡക്റ്റ് മിക്സ് ഓർ കമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, പാരറ്റോ ഒപ്റ്റിമാലിറ്റി പ്രകാരം പാരറ്റോ എഫിഷ്യൻ്റ് ലെവലിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഇക്കോണമി എത്തിച്ചേരുകയുള്ളൂ. ഇനി നമുക്ക് ഈ 3 കണ്ടീഷൻസിനെയും അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഈ 3 പ്രൊഡക്ഷനിലും എക്സ്ചേഞ്ചിലും പ്രൊഡക്റ്റ് മിക്സിലുമെല്ലാം എഫിഷ്യൻസിയിൽ എത്തുന്നത്? ഈ മൂന്നിലും എഫിഷ്യൻസിയിൽ എത്തിയെങ്കിൽ മാത്രമേ, അതായത് എക്സ്ചേഞ്ചിലും പ്രൊഡക്ഷനിലും പ്രൊഡക്റ്റ് മിക്സും എഫിഷ്യൻസിയിൽ എത്തിയെങ്കിൽ മാത്രമേ പാരറ്റോ എഫിഷ്യൻറ്റ് സിറ്റുവേഷൻ അറ്റൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഫിഷ്യൻറ്റ് പോയിന്റ് അറ്റൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എഫിഷ്യൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് അമംഗ് കൺസ്യൂമേഴ്സ്. അതായത് എക്സ്ചേഞ്ചിൽ വരുന്ന എഫിഷ്യൻസി, എങ്ങനെയാണ് എക്സ്ചേഞ്ചിൽ എഫിഷ്യൻ്റ് ആവുന്നത്, എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഫിഷ്യൻസീനെ, എക്സ്ചേഞ്ചിൻ്റെ എഫിഷ്യൻസീനെ അനലൈസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ക്രൈറ്റീരിയ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കമ്മോഡിറ്റീസ് ആണ് അസ്യൂം ചെയ്യുന്നത്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 കമ്മോഡിറ്റീസ് എന്ത് ചെയ്യാണ്, 2 കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 കമ്മോഡിറ്റീസ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, അതിൽ എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി കൈവരിക്കുന്നത്, അത് പ്രകാരം പാരറ്റോ എഫിഷ്യൻ്റ് ലെവലിൽ എത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 കമ്മോഡിറ്റീസ് ആണ്. ഈ 2 കമ്മോഡിറ്റീസ് എ ബി എന്ന് പറയുന്ന 2 കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു 2 കമ്മോഡിറ്റീസും 2 കൺസ്യൂമേഴ്സും നിലനിൽക്കുന്ന ഒരു ഇക്കോണമി പാരറ്റോ എഫിഷ്യൻ്റ് ലെവലിൽ എത്തുന്നത് എന്നുള്ളത് എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാം, 2 ഒറിജിൻസ് ഉണ്ടാവും. ഇവിടെ എ എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഒറിജിനാണ്, ഇവിടെ ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഒറിജിനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന A1, A2, A3, A4 എന്ന് പറയുന്ന ഈ ഒറിജിനിൽ നിന്നും അങ്ങോട്ട് പോകുന്ന ഇൻഡിഫറൻസ് കേവുകൾ എന്തിനാണ് കാണിക്കുന്നത്, എ എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കേവുകളാണ്. അതുപോലെ തന്നെ ഈ ഒറിജിനിൽ നിന്നും, ബിയുടെ ഒറിജിനാണിത്, ബിയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന B1, B2, B3, B4 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കേവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കേവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഒറിജിൻ ഇവിടെയാണ്, ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഒറിജിൻ ഇവിടെയാണ്. A1, A2, A3, A4 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കേവ് ആണ്. B1, B2, B3, B4 എന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നത് എന്താണ്,
ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കർവ്സ് ആണ്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം എന്താണ് വെൽഫെയർ മെഷർ ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയൻ എന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ്? ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിലുള്ള ഒരാളെയും അതെന്തായിട്ട് ബാധിക്കാൻ പാടില്ല, വേഴ്സ് ഓഫ് ആയിട്ട് ബാധിക്കാൻ പാടില്ല. അതേസമയം ഒരാളെങ്കിലും ബെറ്റർ ഓഫ് ആയിട്ട് ബാധിക്കുകയും വേണം. നമ്മൾ പറഞ്ഞു അതാണ് പാരറ്റോ എഫിഷ്യൻ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. പക്ഷെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിൽ എത്തുന്നത് എപ്പോഴാണ്? ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരും നല്ല നിലയിൽ നിൽക്കുകയും ഇനിയൊരു ചേഞ്ച് ഉണ്ടായാൽ അത് ആരെയും ബെറ്റർ ഓഫ് ആക്കാനോ വേഴ്സ് ഓഫ് ആക്കാനോ പാടില്ല. അതായത് ഒരാളെങ്കിലും വേഴ്സ് ഓഫ് ആക്കിയെങ്കിൽ മാത്രമേ ഒരാളെ ബെറ്റർ ഓഫ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ സൊസൈറ്റി നീങ്ങി എന്ന് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് ആ സൊസൈറ്റി നിൽക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ ആ സൊസൈറ്റി വെൽഫെയറിൻ്റെ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിലാണ് നിൽക്കുന്നതെന്ന് പറയാനാവും. എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ABC എന്ന് പറയുന്ന 3 ഇൻഡിവിജ്വൽസിനെ എടുത്തു. 3 ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു സൊസൈറ്റിയാണ്. ABC എന്ന് പറയുന്ന 3 ഇൻഡിവിജ്വൽസ് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇനി ഈ ABC എന്ന് പറയുന്ന 3 ഇൻഡിവിജ്വൽസ് ഇപ്പോൾ അവരുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്, ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇനി ഒരു ഗ്രോത്ത്, അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സിറ്റുവേഷനിലാണ് Aയും Bയും Cയും ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ നിൽക്കുന്നത് പാരറ്റോ ഒപ്റ്റിമൽ ക്രൈറ്റീരിയനിലാണ് അവർ നിൽക്കുന്നത്. ഇനി ഗവൺമെൻറ് ഒരു പോളിസി അഡോപ്റ്റ് ചെയ്താൽ ആ പോളിസിയുടെ ഭാഗമായിട്ട് ഈ വരുന്ന Aക്കോ Bക്കോ Cക്കോ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അത് വേഴ്സ് ഓഫ് ആയിട്ട് ബാധിക്കണം. അതായത് ഇനി ഗവൺമെൻറ് ഒരു പോളിസി അഡോപ്റ്റ് ചെയ്താൽ എനെ അത് ബെറ്റർ ഓഫ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഇക്കണോമിക് കണ്ടീഷനിൽ നിന്നും ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ Bയോ Cയോ എന്താവണം? വേഴ്സ് ഓഫ് ആവണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നു. അതാണ് പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. പാരറ്റോ ഒപ്റ്റിമലിലെത്തിയാൽ പിന്നീട് 3 പേർക്കും കൂടെ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ബെറ്റർ ഓഫ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അതെന്താവും? വേഴ്സ് ഓഫ് ആവണം. അതായത് ഒരാളെ വേഴ്സ് ഓഫ് ആക്കിയെങ്കിൽ മാത്രമേ മറ്റൊരാൾ എന്ത് ചെയ്യാൻ പറ്റൂ? ബെറ്റർ ഓഫ് ആയിട്ട് അത് ബാധിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഒപ്റ്റിമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ സിറ്റുവേഷനിൽ എത്തിയാൽ പിന്നെ എന്ത് ചെയ്യാനാവില്ല? ഒരാളെയും വേഴ്സ് ഓഫ് ചെയ്യാതെ മറ്റൊരാളെ ബെറ്റർ ഓഫ് ആക്കാൻ കഴിയില്ല. അത് ഒപ്റ്റിമൽ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ ക്രൈറ്റീരിയൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പാരറ്റോ എൽസ്വർത്ത് ബോക്സ് ഡയഗ്രാം വഴി കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ A1 A2 A3 A4 B1 B2 B3 B4 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ്സ് ഉണ്ട്. ഇനി ഈ പോയിന്റ് നോക്കുക. ഇവിടെ A1 അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ഇൻഡിഫറൻസ് കർവ്സ് ഇവിടെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. ഇനി നെക്സ്റ്റ് പോയാൽ C എന്ന് പറയുന്ന പോയിന്റ്, B4 എന്ന് പറയുന്ന ബിയുടെ ഇൻഡിഫറൻസ് കർവും A2 എന്ന് പറയുന്ന എയുടെ ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് C എന്ന് പറയുന്ന പോയിന്റ്. ഇനി A എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. B3 എന്ന് പറയുന്ന ബിയുടെ ഇൻഡിഫറൻസ് കർവും A3 എന്ന് പറയുന്ന എയുടെ ഇൻഡിഫറൻസ് കർവും A എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ A4 എന്ന് പറയുന്ന എയുടെ ഇൻഡിഫറൻസ് കർവും B2 എന്ന് പറയുന്ന ബിയുടെ ഇൻഡിഫറൻസ് കർവും B എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 കൺസ്യൂമറുടെയും ഇൻഡിഫറൻസ് കർവുകൾ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ്സിനെ ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന പോയിന്റാണ്, കർവാണ് അല്ലെങ്കിൽ ലൈനാണ് എന്ത്? എൽസ്വർത്ത് കോൺട്രാക്ട് കർവ് എന്ന് പറയുന്നത്. ടു കൺസ്യൂമേഴ്സിൻ്റെയും ഇൻഡിഫറൻസ് കർവ്സ് ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ്സിനെ ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന കർവാണ് എൽസ്വർത്ത് കോൺട്രാക്ട് കർവ്. ഇനി പാരറ്റോയുടെ അഭിപ്രായത്തിൽ, പാരറ്റോയുടെ മെഷർ പ്രകാരം ഈ ഒരു കോൺട്രാക്ട് കർവിലുള്ള എല്ലാ പോയിന്റ്സും കാണിക്കുന്നത് പാരറ്റോ എഫിഷ്യൻ സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ പാരറ്റോ ഒപ്റ്റിമൽ സിറ്റുവേഷനെയാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ABC എന്ന് പറയുന്ന 3 പോയിന്റ്സ് എടുക്കാം. എയിൽ നിന്നും ബിയിലേക്ക് പോകാനോ ബിയിൽ നിന്നും എയിൽ നിന്നും സിയിലേക്ക് മൂവ് ചെയ്യാനോ സാധിക്കില്ല. അതായത് ഒരു സൊസൈറ്റീനെ സംബന്ധിച്ച് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഒപ്റ്റിമൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ എൽസ്വർത്ത് കോൺട്രാക്ട് കർവിലുള്ള പോയിന്റ്സ് ആണ്. അത് A ആവാം, B ആവാം, C ആവാം. C എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു എക്കോണമി ഇപ്പോൾ പാരറ്റോ ഒപ്റ്റിമൽ
കണ്ടീഷൻ പ്രകാരം ഒരു ഇക്കോണമി സി എന്ന് പറയുന്ന പോയിന്റിലാണ് നിലനിൽക്കുന്നതെന്ന് വെക്കുക. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്കോ ബാക്കോട്ടോ ഈ ഒരു പോയിന്റിലേക്കോ സഞ്ചരിക്കാൻ ആ ഒരു സൊസൈറ്റിക്ക് കഴിയില്ല. കാരണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വെക്കുക. ഒരു സൊസൈറ്റി സി എന്ന് പറയുന്ന പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇനി ഒരു സൊസൈറ്റി ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് അതിന് മൂവ് ചെയ്യാൻ എങ്ങോട്ടാണ്? സിയിൽ നിന്നും എയിലേക്കാണ് മൂവ് ചെയ്യാന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? A2 എന്ന് പറയുന്ന എ എന്ന കൺസ്യൂമർ A2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഒരു ഹയർ ആയിട്ടുള്ള A3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലെത്തും. പക്ഷേ ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ അവസ്ഥ നോക്കുക. B4 എന്ന് പറയുന്ന ഹയർ ഇൻഡിഫറൻസ് കർവിൽ നിന്നും അദ്ദേഹം എങ്ങോട്ടാണ് എത്തുന്നത്? B3 എന്ന് പറയുന്ന ഒരു ലോവർ ഇൻഡിഫറൻസ് കർവിലേക്കാണ് എത്തുന്നത്. അതായത് എക്ക് ഇവിടെ സാറ്റിസ്ഫാക്ഷൻ കൂടിയപ്പോൾ ബിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. അതാണ് പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ പറയുന്നത്. ഒപ്റ്റിമൽ കണ്ടീഷനിലെത്തിയാൽ ഒരു പോളിസിക്കും പിന്നെ എങ്ങോട്ട് പോകാനാവില്ല? ഒരാളെ ബെറ്റർ ഓഫ് ആക്കാൻ ആവില്ല. അങ്ങനെ ഒരാളെ ബെറ്റർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും അവിടെ എന്ത് ചെയ്യണം? വേഴ്സ് ഓഫ് ചെയ്യണം. ഒരാളെ വേഴ്സ് ഓഫ് ചെയ്തിട്ട് മാത്രമേ മറ്റൊരാളെ ബെറ്റർ ഓഫ് ചെയ്യാനാവൂ. ഏത് കണ്ടീഷനിൽ? പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ എത്തി. അതുകൊണ്ട് തന്നെ ഈ ഒരു എർജ്വർത്ത് കോൺട്രാക്റ്റിലുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു സൊസൈറ്റി മൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എന്താണ്? ഇനി ഈ ഒരു എർജ്വർത്ത് കോൺട്രാക്റ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ അത് ഒരാളെ ബെറ്റർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ വേഴ്സ് ഓഫ് ചെയ്യും. അതായത് ഒരാളെ അത് ബെറ്റർ ഓഫ് ആയിട്ട് ബാധിക്കും, മറ്റൊരാളത് വേഴ്സ് ഓഫ് ആയിട്ടും ബാധിക്കും. അതുകൊണ്ട് തന്നെ എർജ്വർത്ത് കോൺട്രാക്റ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ എർജ്വർത്ത് കോൺട്രാക്റ്റ് കർവിലുള്ള ഓരോ പോയിന്റും പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒപ്റ്റിമൽ കണ്ടീഷനാണ് ഒരു സൊസൈറ്റീനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ Z എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. Z എന്ന് പറയുന്ന പോയിന്റ് എർജ്വർത്ത് കോൺട്രാക്ട് കർവിലല്ല, എർജ്വർത്ത് കോൺട്രാക്ട് കർവിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ Z എന്ന് പറയുന്ന പോയിന്റ് പാരറ്റോ എഫിഷ്യന്റ് കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? അല്ലെങ്കിൽ പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് നമ്മുടെ വിൽഫ്രെഡോ പാരറ്റോ അദ്ദേഹത്തിന്റെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം പറയുന്നത്. എന്തുകൊണ്ടാണ് Z പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ അല്ലാത്തതെന്ന് നോക്കാം. Z എന്ന് പറയുന്ന പോയിന്റ് പാരറ്റോ ഒപ്റ്റിമൽ ലെവൽ അല്ല എന്ന് പറയുന്നതിന് കാരണം ഈ Z എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും മൂവ് ചെയ്താൽ എന്ത് ചെയ്യാനാവും? ഒരാളെങ്കിലും ബെറ്റർ ഓഫ് ചെയ്യാനും മറ്റൊരാളെ വേഴ്സ് ഓഫ് ആക്കാതെ നോക്കാനും കഴിയും. അതായത് നമ്മൾ പറഞ്ഞു പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനിൽ എത്തിയാൽ പിന്നെ ഒരു ചേഞ്ച് നടന്നാൽ എന്ത് സംഭവിക്കും? ഒരാൾക്ക് ബെറ്ററും മറ്റൊരാൾക്ക് വേഴ്സും സംഭവിക്കും. പക്ഷെ Z എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് മൂവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താവില്ല? ഒരാളെ വേഴ്സ് ഓഫ് ആക്കാതെ തന്നെ മറ്റൊരാളെ എന്താക്കിയിട്ട് മാറും? ബെറ്റർ ഓഫ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത് ഒപ്റ്റിമൽ കണ്ടീഷനിലല്ല നിലനിൽക്കുന്നത് എന്ന് പറയാനാവും. അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല Z എന്ന് പറയാനാവും. ഇനി എക്സാമ്പിൾ ആയിട്ട് നോക്കാം. Z എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു എക്കോണമി നിലനിൽക്കുന്നത്. ഒരു എക്കോണമി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 2 കൺസ്യൂമേഴ്സ് മാത്രം അടങ്ങുന്ന ഒരു ഇക്കോണമിയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയും ബിയും Z എന്ന് പറയുന്ന പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കാം, Z എന്ന് പറയുന്ന പോയിന്റിൽ A3 എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് കർവിലാണ് എ എന്ന് പറയുന്ന കൺസ്യൂമർ. B2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലാണ് ബി എന്ന് പറയുന്ന കൺസ്യൂമർ. ഇനി ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരു പോളിസി വന്നു എന്ന് വെക്കാം. ഒരു പോളിസി ഗവൺമെന്റ് പുതുതായിട്ട് കൊണ്ടുവന്നു. ആ പോളിസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഇക്കോണമി Z-ൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്തു. Z-ൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നോക്കാം, നമ്മൾ എ എന്ന് പറയുന്ന കൺസ്യൂമർ A3-ലും ബി എന്ന് പറയുന്ന കൺസ്യൂമർ B2-ലുമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി Z-ൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്താൽ പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത ഒരു പോളിസിയുടെ ഭാഗമായിട്ട് Z-ൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിച്ചു? എ എന്ന് പറയുന്ന കൺസ്യൂമർ A3-ൽ നിന്നും ഒരു ഹയർ ആയിട്ടുള്ള A4 എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് കർവിൽ എത്തി. അതായത് എ എന്ന് പറയുന്ന കൺസ്യൂമറുടെ വെൽഫെയർ കൂടി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടി. A3-ൽ നിന്നും A4 എന്ന് പറയുന്ന ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിൽ ആരെത്തി? എ എന്ന് പറയുന്ന കൺസ്യൂമർ എത്തി. ഇനി ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെ കാര്യം എടുക്കാം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറയാതെ, അദ്ദേഹത്തെ വേഴ്സ് ഓഫ് ചെയ്യാതെ B2 എന്ന് പറയുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ നിലനിർത്താനും കഴിഞ്ഞു. അതായത് ബി എന്ന് പറയുന്ന കൺസ്യൂമറെ
വേഴ്സ് ഓഫ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ പഴയ നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് എ എന്ന് പറയുന്ന കൺസ്യൂമറെ ബെറ്റർ ഓഫ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ഈ ഗവൺമെൻറ് എടുത്ത ഈ ഒരു പോളിസിക്ക് കഴിഞ്ഞു. അതാണ് സെറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ കണ്ടീഷൻ അല്ല എന്ന് പറയുന്നത്. ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. ഒരാളെയും വേഴ്സ് ഓഫ് ചെയ്യാതെ ഒരാളെങ്കിലും ബെറ്റർ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെറ്റ് എന്ന് പറയുന്ന പോയിന്റിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഓപ്ഷൻ എയിലോ സിയിലോ ബിയിലോ ഇല്ല അല്ലേ? ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എർജ്വർത്ത് കോൺട്രാക്ട് കേർവിലുള്ള ഒരു പോയിന്റിലുമില്ല. അതുകൊണ്ടാണ് ഈ എർജ്വർത്ത് കോൺട്രാക്ട് കേർവിലുള്ള ഓരോ പോയിന്റ്സും പാരറ്റോ ഒപ്റ്റിമൽ ലെവലാണെന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു ചേഞ്ച് പോസിബിൾ അല്ല. ഒരു ചേഞ്ച് ഉണ്ടായാൽ തന്നെ അത് ഒരാളെ വേഴ്സ് ഓഫ് ആക്കിയിട്ട് മാത്രമേ മറ്റൊരാളെ എന്ത് ചെയ്യാൻ പറ്റൂ? ബെറ്റർ ഓഫ് ചെയ്യാൻ കഴിയൂ. എവിടെയാണെങ്കിൽ എർജ്വർത്ത് കോൺട്രാക്ട് കേർവിലാണെങ്കിൽ. കാരണം എർജ്വർത്ത് കോൺട്രാക്ട് കേർവിൻ്റെ ഓരോ പോയിന്റ്സും പാരറ്റോ ഒപ്റ്റിമൽ സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. പക്ഷെ പാരറ്റോ ഒപ്റ്റിമൽ ഈ ഒരു എർജ്വർത്ത് കോൺട്രാക്ട് കേർവിൻ്റെ പുറത്ത്, പാരറ്റോ ഒപ്റ്റിമൽ ലെവലിൽ നിന്നും പുറത്ത് ഏതൊരു പോയിന്റും പാരറ്റോ ഒപ്റ്റിമൽ ലെവൽ അറ്റൈൻ ചെയ്തിട്ടില്ല. കാരണം അവിടെ ഒരു പോസിബിലിറ്റി വീണ്ടും നിലനിൽക്കുന്നുണ്ട്. ഒരാളെ വേഴ്സ് ഓഫ് ചെയ്യാതെ തന്നെ മറ്റൊരാളെ ബെറ്റർ ഓഫ് ചെയ്യാനുള്ള പോസിബിലിറ്റി എവിടെ നിലനിൽക്കുന്നുണ്ട്? എർജ്വർത്ത് കോൺട്രാക്ട് കേർവിന് പുറത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത സെറ്റ് എന്ന് പറയുന്ന പോയിന്റ് പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ അല്ല. ഇനി നമുക്കറിയാം CAB എന്ന് പറയുന്നത് പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷൻ ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? രണ്ട് ഇൻഡിഫറൻസ് കർവുകളും ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ്സിനെ ലോക്കസ് ചെയ്ത് വരയ്ക്കുന്നതാണ് എർജ്വർത്ത് കോൺട്രാക്ട് കേർവ്. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവണം? രണ്ട് കൺസ്യൂമേഴ്സിൻ്റെയും ഇൻഡിഫറൻസ് കർവ്സിൻ്റെ സ്ലോപ്പ് സെയിം ആവണം അല്ലേ? MRS AB എന്ന് പറയുന്നത് MRS XYയും MRS XY ഓഫ് Aയും MRS XY ഓഫ് Bയും എന്താവണം? ഈക്വൽ ആവണം. നമുക്കറിയാം A2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും B4 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും C എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ B3യുടെയും A3യുടെയും A എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വൽ ആണ്. ഇങ്ങനെ രണ്ട് ഇൻഡിവിജ്വൽസ് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഡിഫറൻസ് കർവ്സിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയെങ്കിൽ മാത്രമേ ആ ഒരു സൊസൈറ്റി പാരറ്റോ ഒപ്റ്റിമൽ ലെവൽ അറ്റൈൻ ചെയ്തു എന്ന് പറയാനാവും. ഇങ്ങനെ നമ്മുടെ എക്സ്ചേഞ്ചിൽ വരുന്ന എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? MRS XY ഓഫ് Aയും MRS XY ഓഫ് Bയും എന്താവണം? ഈക്വലൈസ് ചെയ്യപ്പെടണം. MRS XY ഓഫ് Aയും MRS XY ഓഫ് Bയും സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. നമുക്കറിയാം MRS എന്താണ്? നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് Aയും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് Bയും എന്ത് ചെയ്യപ്പെടണം? ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഈ ഒരു എഫിഷ്യൻസി ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന്. എഫിഷ്യൻസി ഓഫ് അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് എമംഗ് ഫേംസ് ഓർ പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ ഫേംസിൻ്റെ ഇടക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടക്കും എന്താവണം? ഫാക്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിനും ഒരു എഫിഷ്യൻസിയിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അതും നമ്മൾ എർജ്വർത്ത് കോൺട്രാക്ട് കേർവ് പ്രകാരം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 2 ഫേംസ് ആണ് എന്നുള്ളതാണ്. 2 ഫേംസ് ആണ് എവിടെയുള്ളത്? ഒരു ഇക്കോണമിയിൽ ഉള്ളത്. ആ 2 ഫേംസിൻ്റെ ഇടയ്ക്ക് ലേബർ എന്ന് പറയുന്ന ഒരു ഫാക്ടറും ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറും, അതായത് 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ലേബർ X ആക്സിസിലും ക്യാപിറ്റൽ ഈ Y ആക്സിസിലുമാണ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഇവിടെ ഒരു ഫേം A എന്ന് പറയുന്ന ഫേമിൻ്റെ ഐസോകോൺസ് ആണ് X1 X2 X3 X4 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ B എന്ന് പറയുന്ന അല്ലെങ്കിൽ Y എന്ന് പറയുന്ന ഫേമിൻ്റെ XY എന്ന് പറയുന്ന 2 ഫേംസ് എടുക്കാം. അപ്പോൾ X എന്ന് പറയുന്നതിൻ്റെ ഐസോകോൺസ് ആണ് X1 X2 X3 X4. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന ഫേമിൻ്റെ ഐസോകോൺസ് ആണ് Y1 Y2 Y3 Y4 എന്ന് പറയുന്നത്. നമ്മുടെ കൺസംഷൻ്റെ കേസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തോ അത് തന്നെയാണ് ഇവിടെ പ്രൊഡക്ഷൻ്റെ കേസിലും വരുന്നത്. അതായത് എർജ്വർത്ത് കോൺട്രാക്ട് കേർവ് എന്ന് പറയുന്നത് എന്താണ്? ഐസോകോൺസിനെ 2 ഫേംസിൻ്റെ ഐസോകോൺസിനെ ടാൻജന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്ലോപ്സ് ഈക്വൽ ആവുന്ന പോയിന്റ്സിനെ ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന കേർവാണ് എർജ്വർത്ത് കോൺട്രാക്ട് കേർവ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എർജ്വർത്ത് കോൺട്രാക്ട് കേർവിലുള്ള എല്ലാ പോയിന്റ്സും പാരറ്റോ
എഫിഷ്യൻറ്റ് ഓർ പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ് ഒരു പ്രൊഡക്ഷൻ വരുന്ന ഫാക്ടർ അലോക്കേഷൻ ഇവിടെ ഒപ്റ്റിമം ലെവലിലാണ് എത്തുന്നത്. ഇവിടെ നമുക്കറിയാം സി എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും എല്ലാം എന്താണ് പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ എച്ച് എന്ന് പറയുന്ന പോയിന്റ് എന്തല്ല, പാരറ്റോ ഒപ്റ്റിമൽ കണ്ടീഷനെയല്ല സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ എച്ച് എന്ന് പറയുന്ന പോയിന്റിലാണ് ഫേം എക്സും ഫേം വൈയും നിൽക്കുന്നത്. X3 എന്ന് പറയുന്ന ഔട്ട്പുട്ടും Y2 എന്ന് പറയുന്ന ഔട്ട്പുട്ടുമാണ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് 2 ഫേംസിനും ലഭിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ, അതായത് ലാബറിലും ക്യാപിറ്റലിലും ചേഞ്ച് വരുത്തിയാൽ, ഇൻപുട്സിൽ ചേഞ്ച് വരുത്തിയാൽ എന്താവും? ഈ ഒരു ഫേം ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ ഒരു ഫേംസ് 2 ഫേംസിൻ്റെയും അവസ്ഥ എന്ത് ചെയ്യും? എച്ചിൽ നിന്നും ഡിയിലേക്ക് മാറും. അതായത് ഹയർ ഔട്ട്പുട്ട് ആർക്ക് അറ്റൈൻ ചെയ്യാനാവും? ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഫേമിന് X3യിൽ നിന്നും X4 എന്ന് പറയുന്ന ഒരു ഹയർ ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാനാവും. അതേസമയം Y എന്ന് പറയുന്ന ഫേമിനോ Y2 എന്ന് പറയുന്ന ആ ഒരു ലെവൽ എച്ചിൽ കിട്ടിയിരുന്ന അതേ ഔട്ട്പുട്ട് തന്നെ ഡിയിലും നിലനിർത്താനാവും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത് പാരറ്റോ ഒപ്റ്റിമൽ അല്ല. അവിടെ ഒരു ചേഞ്ച് പോസിബിൾ ആണ്. ചേഞ്ച് പോസിബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഒരാൾക്കും എന്ത് ചെയ്യുന്നില്ല, വേഴ്സ് ഓഫ് ചെയ്യുന്നില്ല. ഒരാളെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല, പക്ഷെ ഒരാളെങ്കിലും അതെന്തായിട്ട് ബാധിക്കുന്നുണ്ട്? ബെറ്റർ ഓഫ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാക്ടർ അലോക്കേഷൻ ഇവിടെ എഫിഷ്യൻ്റ് അല്ല എന്ന് പറയുന്നത്. അതേസമയം സിയിലും ഡിയിലുമെല്ലാം ഫാക്ടർ അലോക്കേഷൻ എഫിഷ്യൻ്റ് ആണ്. ഇവിടെ നമുക്കറിയാം എച്ച് എന്ന് പറയുന്ന പോയിന്റ് എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് പറഞ്ഞു, ഒപ്റ്റിമൽ അല്ല എന്നുള്ളത് പറഞ്ഞു. ഇനി ഈ ഒരു എച്ച്വർത്ത് കോൺട്രാക്ട് കേവ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനിലെ എഫിഷ്യൻസിനെ എന്ത് ചെയ്തത്? മെഷർ ചെയ്തത്. ഇനി ഈ ഒരു കണ്ടീഷൻ എന്താണ്? ഈ ഒരു 2 ഇൻഡിഫറൻസ് കർവുകളുടെയും സ്ലോപ്സ് എന്താവുന്നുണ്ട്, രണ്ട് ഐസോകോൺസിൻ്റെയും സ്ലോപ്സ് എച്ച്വർത്ത് കോൺട്രാക്ട് കേവിൽ ഈക്വലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫേമിൻ്റെയും വൈ എന്ന് പറയുന്ന ഫേമിൻ്റെയും സ്ലോപ്പ് ഇവിടെ ഈക്വലാണ്. അതുപോലെ തന്നെ 2 ഫേമിൻ്റെയും സ്ലോപ്പ് ഇവിടെ ഈക്വലാണ്, ഇവിടെയും ഈക്വലാണ്. എല്ലായിടത്തും എച്ച്വർത്ത് കോൺട്രാക്ട് കേവ് എന്താണ് കാണിക്കുന്നത്? 2 ഐസോകോൺസിൻ്റെയും 2 ഫേംസിൻ്റെയും ഐസോകോൺസിൻ്റെ സ്ലോപ്പ് ഈക്വലൈസ് ചെയ്യപ്പെടുന്ന പോയിന്റ്സിനെ ലോക്കസ് ചെയ്തിട്ടാണ് എച്ച്വർത്ത് കോൺട്രാക്ട് കേവ് കാണിക്കുന്നത്. അപ്പം ഐസോകോൺസിൻ്റെ സ്ലോപ്പ് എന്താണ്? MRTS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഒരു ക്രൈറ്റീരിയൻ നോക്കാം. ഇവിടെ MRTS LK ഓഫ് എക്സും MRTS LK ഓഫ് വൈയും എന്ത് ചെയ്യപ്പെടണം? ഈക്വലൈസ് ചെയ്യപ്പെടണം, സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. അപ്പോൾ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷനുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഫേമിൻ്റെയും MRTS സ്ലോപ്പ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യപ്പെടണം? ഈക്വലൈസ് ചെയ്യപ്പെടണം. അങ്ങനെ ഈക്വലൈസ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ 2 ഫേംസും അവരുടെ എഫിഷ്യൻറ്റ് ക്രൈറ്റീരിയൻ അറ്റൈൻ ചെയ്തു അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്രൈറ്റീരിയൻ അറ്റൈൻ ചെയ്തു എന്ന് പറയാനാവും. തേർഡ് മാർജിനൽ കണ്ടീഷനാണ് എഫിഷ്യൻസി ഇൻ ദി കമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രോഡക്റ്റ് മിക്സ്. നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ക്രൈറ്റീരിയൻ പ്രൊഡക്ഷനിലെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ കൺസംഷനിലെ എഫിഷ്യൻസിയുടെയും ഒരു മിക്സ് ആയിട്ടാണ് പ്രോഡക്റ്റ് മിക്സ് കാണപ്പെടുന്നത്. ഇതിൽ പ്രോഡക്റ്റ് മിക്സ് എഫിഷ്യൻസിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൺസ്യൂമറും പ്രൊഡ്യൂസറും ഒരുമിച്ച് എങ്ങനെയാണ് എഫിഷ്യൻസിയിൽ എത്തുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു മാർജിനൽ കണ്ടീഷൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു കൺസ്യൂമറും ഒരു പ്രൊഡ്യൂസറും ഒരുമിച്ച് എഫിഷ്യൻസി കണ്ടീഷൻസ് അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? അതിനുള്ള കണ്ടീഷനാണ് MRPT XY is equal to MRS XY of A is equal to MRS XY of B. നമ്മുടെ 2 കൺസ്യൂമറുടെ MRS, A B എന്ന് പറയുന്ന 2 കൺസ്യൂമറുടെ MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന MRPTയും കൂടെ എന്താവണം? ഈക്വൽ ആവണം. അപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് മിക്സ് എഫിഷ്യൻസി ക്രൈറ്റീരിയൻ അറ്റൈൻ ചെയ്യുന്നത്. എന്താണ് MRPT എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. MRPT എന്ന് പറയുന്നത് നമ്മുടെ PPCയുടെ അല്ലെങ്കിൽ PPFൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ സ്ലോപ്പാണ് MRPT, മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ MRPT XY എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കമ്പോസിഷനെയാണ്
സൂചിപ്പിക്കുന്നത്. ഈ MRPT-XYയും രണ്ട് കൺസ്യൂമറുടെയും എം ആർ എസും കൂടെ ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് പ്രോഡക്റ്റ് മിക്സ് എന്താവുന്നത്, എഫിഷ്യൻസി ക്രൈറ്റീരിയൻ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷനുമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, ഒരു ഇക്കോണമി വെൽഫെയർ അറ്റൈൻ ചെയ്തു എന്ന് പറയാനാവും. കൺസ്യൂമറും പ്രൊഡ്യൂസറും ഒരുമിച്ച് എന്ത് ചെയ്യണം, എഫിഷ്യൻസി ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്രൈറ്റീരിയൻ അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് പാരറ്റോ ഒപ്റ്റിമൽ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതായത് എപ്പോഴാണ് എക്സ്ചേഞ്ചിൽ എഫിഷ്യൻസി വരുന്നത്, MRS-XY ഓഫ് 2 കൺസ്യൂമേഴ്സ് എന്താവണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ എപ്പോഴാണ് MRTS-XY എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. 2 ഫേംസിൻ്റെ MRTS-XY എന്ത് ചെയ്യപ്പെടണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. ദെൻ എപ്പോഴാണ് പ്രൊഡക്റ്റ് മിക്സിൽ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസിയിലെത്തുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് MRPTയും MRS ഓഫ് 2 കൺസ്യൂമേഴ്സും എന്ത് ചെയ്യപ്പെടണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. ഇതാണ് ഇതിൽ നിന്നും പ്രധാനമായിട്ടും ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ദെൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇത്രയും പറഞ്ഞാൽ നമ്മുടെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയനെ സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണിത്. ഇവിടെ എന്താണ്, നമ്മൾ MRS-XY എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോൾ എല്ലാ കൺസ്യൂമേഴ്സും എന്തായി, ഇക്വിലിബ്രിയത്തിലെത്തി. ദെൻ MRTS-LK ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോൾ ഫേംസ് ഇക്വിലിബ്രിയത്തിലെത്തും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് മിക്സ് ഇക്വിലിബ്രിയത്തിലെത്തണം എന്നുണ്ടെങ്കിൽ MRPT-XYയും MRS-XY എന്താവണം, ഈക്വലൈസ് ചെയ്യപ്പെടണം. ഇതാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയനെ ഫസ്റ്റ് ബെസ്റ്റ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്രൈറ്റീരിയൻ ഈസ് ദി കാൾഡർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ. നിക്കോളാസ് കാൾഡറും ജോൺ ഹിക്സും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാൾഡർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയൻ എന്നറിയപ്പെടുന്നത്. ഈ ഒരു കാൾഡർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം കാൾഡറും ഹിക്സും കൂടെ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചേഞ്ച് ഉണ്ടായാൽ, ഒരു ഇക്കോണമിയിൽ എന്തെങ്കിലും പോളിസിയിൽ മാറ്റം വന്നാൽ, ഇക്കോണമിയിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായാൽ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കണമെന്നില്ല. ഓഫ് കോഴ്സ് ഒരുപാട് പോപ്പുലേഷനുള്ള ഒരു ഇക്കോണമിയിൽ ഗെയിനേഴ്സും ഉണ്ടാവും. അതായത് ഈ ഒരു പോളിസീൻ്റെ ഭാഗമായിട്ട് ഗെയിനേഴ്സും ഉണ്ടാവും, ലോസേഴ്സും ഉണ്ടാവും. ഒരു പോളിസിയിൽ നിന്നും ബെനഫിറ്റഡ് ആയ ആളുകളും ഉണ്ടാവും, വേഴ്സ് ഓഫ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. അവരെ കമ്പയർ ചെയ്തിട്ടാണ് കാൾഡറും ഹിക്സും കൂടെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഗെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസി ടേക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, ഒരു ഗവൺമെൻറ് ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പോളിസി ഇംപ്ലിമെൻറ്റേഷനിൽ നിന്നും ഗുണം ലഭിക്കുന്നവരാണ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചവരാണ് അല്ലെങ്കിൽ ലോസ് ആയവരാണ് ലോസേഴ്സ് എന്നറിയപ്പെടുന്നത്. അഫ്കോഴ്സ് ഗെയിനേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു മാറ്റത്തെ, ഇക്കോണമിയിലെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മാറ്റത്തെ ഏറ്റെടുക്കാൻ തയ്യാറായവരായിരിക്കും ഗെയിനേഴ്സ്. അതേസമയം ആ ഒരു മാറ്റത്തെ എന്ത് വില കൊടുത്തും ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ലോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാൾഡർ-ഹിക്സിൻ്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം അവർ പറയുന്നത്, അവർ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, വെൽഫെയറിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഗെയിനേഴ്സ് ഈ ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ചേഞ്ച് ഒക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പോളിസി ചേഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ നൽകാൻ തയ്യാറാവും എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഗെയിനേഴ്സ് ഈ ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ചേഞ്ച് ഒക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതിയൊരു പോളിസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗെയിനേഴ്സ് എത്ര രൂപ കൊടുക്കാൻ തയ്യാറാവും. അതേസമയം ലോസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർ ഈ ഒരു ചേഞ്ചിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ നൽകാൻ തയ്യാറാവും. ഇങ്ങനെ ഗെയിനേഴ്സിൻ്റെയും ലോസേഴ്സിനെയും എത്ര രൂപ നൽകാൻ അവർ വില്ലിങ് ആയിട്ടുള്ള, ചേഞ്ച് ഹാപ്പൻ ചെയ്യാനും ചേഞ്ച് ഒക്കർ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് അവർ എത്ര രൂപ നൽകാൻ തയ്യാറാവും എന്നുള്ളത് ആദ്യം അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. എന്നിട്ട് ഗെയിനേഴ്സ് നൽകുന്ന പ്രൈസ്, അതായത് ഈ ഒരു ചേഞ്ച് ഒക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതിയ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗെയിൻ ഉണ്ടാവുന്ന ആളുകളാണ് ഗെയിനേഴ്സ്. ഈ ഗെയിനേഴ്സ് നൽകുന്ന റേറ്റ്, ഗെയിനേഴ്സ് നൽകുന്ന മണിയാണ് കൂടുതൽ എങ്കിൽ, ഗെയിനേഴ്സ് നൽകുന്ന മണി പ്രിവെൻറ്റ് ചെയ്യുന്ന ലോസേഴ്സ് നൽകുന്ന മണീനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വെൽഫെയർ, ഒരു സോഷ്യൽ വെൽഫെയർ ഈ ഒരു പോളിസീൻ്റെ ഭാഗമായിട്ട് ഇംപ്രൂവ്ഡ് ആയി എന്ന് പറയും. അതേസമയം ഗെയിനേഴ്സിൻ്റെ
എമൗണ്ട് അല്ലെങ്കിൽ ഗെയിനേഴ്സ് നൽകാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട്, ഒരു പോളിസി, പുതിയ പോളിസി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗെയിനേഴ്സ് നൽകാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട് ലെസ് ദാൻ ലോസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ ലോസേഴ്സ് നൽകാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? അത് ഓഫ് കോഴ്സ് ഈ ഒരു പോളിസിന്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിട്ട് കണക്കാക്കും. അപ്പോൾ ഗെയിനേഴ്സ് നൽകുന്ന പണമാണ് ലോസേഴ്സ് നൽകുന്ന പണത്തേക്കാൾ കൂടുതലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഉണ്ടായി എന്നുള്ളതും, അതേസമയം ലോസേഴ്സ് നൽകുന്ന പണമാണ് ഗെയിനേഴ്സിനേക്കാളും കൂടുതലായിട്ട് എന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയർ സംഭവിച്ചിട്ടില്ല എന്നുള്ളതുമാണ് കാൾഡർ ഇക്സിന്റെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. കാരണം ഗെയിനേഴ്സ് നൽകുന്ന പണമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഗെയിനേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു നെറ്റ് ഗെയിൻ സംഭവിച്ച ആളുകൾക്ക് അവരുടെ ഈ ഒരു ലോസേഴ്സിന്റെ ലോസ് നികത്തിയിട്ടും അവരെന്ത് ചെയ്യാൻ പറ്റും? ഒരു ചേഞ്ച് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സമ്മതിക്കും. അതുകൊണ്ടാണ് ഗെയിനേഴ്സിന്റെ എമൗണ്ട് ലോസേഴ്സിന്റെ എമൗണ്ടിനേക്കാൾ കൂടുതലാവണം എന്ന് പറയുന്നത്. എമൗണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ചേഞ്ച് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നൽകാൻ റെഡി ആയിട്ടുള്ള ക്യാഷിനെയാണ് എമൗണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പോളിസി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്താൽ അതിന്റെ ഭാഗമായിട്ട് ഗെയിൻ സംഭവിക്കുന്നവരാണ് ഗെയിനേഴ്സ്. അവർ നൽകുന്ന ഈ ഗെയിനേഴ്സ് നൽകുന്ന പണം എന്താവണം? ഈ ഒരു പോളിസിയിൽ നിന്നും ലോസ് സംഭവിക്കുന്ന ലോസേഴ്സ് നൽകുന്ന പണത്തേക്കാൾ കൂടുതലാകണം. അങ്ങനെ കൂടുതലായാൽ ഈ ഗെയിനേഴ്സിന് എന്ത് ചെയ്യാനാവും? ഗെയിനേഴ്സിനെ ലോസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ക്രൈറ്റീരിയനാണ് കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ എന്നറിയപ്പെടുന്നത്. കാൾഡർ ഹിക്സിന്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം അവർ പറയുന്നത് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ ഗെയിനേഴ്സിന് ഗെയിൻ ഉണ്ടാവുകയും ലോസേഴ്സിന് ലോസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഗെയിനേഴ്സ് ഈ ലോസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുകയും എന്നിട്ടും കോമ്പൻസേറ്റ് ചെയ്തതിന് ശേഷവും ഗെയിനേഴ്സ് ആയിട്ട് തന്നെ തുടരുകയും വേണം എന്നുള്ളതാണ് ആര് പറയുന്നത്? കാൾഡർ ഹിക്സ് പറയുന്നത്. അപ്പോൾ ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഗെയിന് സംഭവിച്ചു, അവർ ഗെയിനേഴ്സ് ആയിട്ട് മാറി. ഒരു കൂട്ടം വ്യക്തികൾ അത് ഹേർട്ട് ചെയ്തു, അവർ ലോസേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം? ഈ ലോസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഈ നഷ്ടം എന്ത് ചെയ്യണം? ആര് നികത്തണം? ഗെയിനേഴ്സ് നികത്തണം. ലോസേഴ്സിനുണ്ടായിട്ടുള്ള പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ലോസേഴ്സിന് വന്നിട്ടുള്ള നഷ്ടത്തെ ഈ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം? നികത്തണം. ആ നഷ്ടം നികത്തിയതിന് ശേഷവും ഗെയിനേഴ്സ് ആയിട്ട് തന്നെയാണ് തുടരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി ചേഞ്ച് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയാനാവും എന്നുള്ളതാണ് ആരുടെ കണ്ടെത്തൽ? കാൾഡർ ഇക്സിന്റെ കണ്ടെത്തൽ. കാൾഡർ ഇക്സ് ഒരു എക്സാമ്പിൾ വൈസ് ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. 2 ഇൻഡിവിജ്വൽസ് മാത്രം ജീവിക്കുന്ന ഒരു ഇക്കോണമിയാണെന്ന് വിചാരിക്കാം. ഈ ഇക്കോണമിയിൽ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലും ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലുമാണ് ജീവിക്കുന്നത്. എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഒരു മില്യനെയർ ആണ്. അതേസമയം ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പ്രതിമാസം 4000 രൂപ വരുമാനം നേടുന്ന ഒരു ഇൻകം ഏർണർ ആണ്. ഇനി ഗവൺമെന്റ് ഒരു പുതിയ പോളിസി കൊണ്ടുവരിക. ഈ പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് മില്യനെയർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എ ബെനിഫിറ്റഡ് ആവുകയും ഇൻഡിവിജ്വൽ ബിക്ക് അത് ഹേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഈ ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് മില്യനെയർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എ ഗെയിനർ ആവുകയും 4000 രൂപ പ്രതിമാസം ഇൻകം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ബി ലോസർ ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി വിചാരിക്കുക, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുക, ഇൻഡിവിജ്വൽ എ എന്ന് പറയുന്നത് 2000 രൂപയുടെ ഗെയിൻ ആണ് നേടുന്നത്. അതായത് ഇൻഡിവിജ്വൽ എക്ക് ലഭിക്കുന്ന ഗെയിൻ 2000 റുപ്പീസ് ആണ്. അതേസമയം ലോസർ ആയിട്ടുള്ള ബിയുടെ കയ്യിൽ നിന്നും പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ലോസ് ആവുന്നത് 1000 രൂപയാണ്. ഇനി എന്ത് ചെയ്യണം? ഒരു കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ പ്രകാരം 2000 രൂപ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ എ എന്ത് ചെയ്യണം? ഈ 2000 രൂപയിൽ നിന്നും ലോസ് ആയിട്ടുള്ള 1000 രൂപ നികത്തണം. ഈ 2000 നിന്നും 1000 രൂപ ആർക്ക് കൊടുക്കണം? ലോസർക്ക് നൽകണം. എന്നിട്ടും അപ്പോൾ ലോസറുടെ നഷ്ടം ഇവിടെ എന്തായി? നികത്തപ്പെട്ടു. ഇനി ഈ ഒരു ഗെയിനർ ആയിട്ടുള്ള എയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? 1000 രൂപ ബാക്കിയുണ്ട്. ഈ 1000 രൂപ എന്താണ്? പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽ എക്ക് ലഭിച്ചിട്ടുള്ള ഗെയിൻ ആണ്.
അപ്പോൾ ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ലോസർക്ക് ലോസ് സംഭവിക്കുകയും ഗെയിനർക്ക് ഗെയിൻ ഉണ്ടാവുകയും ചെയ്തു. ഇനി ലോസറുടെ നഷ്ടം ആര് നികത്തി? ഇൻഡിവിജ്വൽ എ നികത്തി. എന്നിട്ടും ഈ ഒരു ഗെയിനർ എന്തായിട്ട് മാറി തുടരുന്നുണ്ട്? ഗെയിനറായിട്ട് തന്നെ തുടരുന്നുണ്ട്. 1000 രൂപ ഗെയിനർക്ക് നഷ്ടം 1000 രൂപ ഗെയിനർക്ക് ഗെയിൻ ആയിട്ട് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ബിക്ക് നഷ്ടമുണ്ടായി, പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയും ഗെയിനർ അവിടെ ഗെയിനർ ആയിട്ട് തന്നെ തുടരുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയാനാവും എന്നുള്ളതാണ് ആരുടെ കണ്ടെത്തൽ? കാൾഡർ ഹിഗ്സിന്റെ കണ്ടെത്തൽ. ഇതാണ് കാൾഡർ ഹിഗ്സിന്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ എന്ന് അറിയപ്പെടുന്നത്. Next one is the Bergson criterion, the social welfare function. ബെർഗ്സന്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ബെനിഫിറ്റഡ് ചെയ്യുകയും മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അതുപോലെ തന്നെ ലോസേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും കമ്പാരിസൺ ലെവലിൽ വെൽഫെയർ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ വഴി കണ്ടു. പക്ഷേ അതിലൊന്നും ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ എലമെൻ്റ് ഉണ്ടായിരുന്നില്ല. വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ ഇതുവരെ ആരും എന്ത് ചെയ്തിരുന്നില്ല? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബെർഗ്സൺ എന്ത് ചെയ്തു? വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ വെൽഫെയറിനെ മെഷർ ചെയ്തു. അതിനെയാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും സമയം വരെ, ഈ ഒരു കാലഘട്ടം വരെ മറ്റു എക്കണോമിസ്റ്റുകൾ വെൽഫെയറിനെ മെഷർ ചെയ്തിരുന്നത് പല ബേസിസിലായിരുന്നു. അവിടെ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക ഇതിനുള്ള യാതൊരുവിധ പ്രൂഫും ആരും നൽകിയിരുന്നില്ല. പക്ഷെ ബെർഗ്സൺ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വഴി വാല്യൂ ജഡ്ജ്മെൻറ്റും അതുവഴി എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ മാക്സിമം യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് മുന്നിൽ വെൽഫെയർ ഫംഗ്ഷൻ വഴി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം റാങ്കിങ് വഴിയാണ് ഇൻഡിവിജ്വൽസിൻ്റെ ചോയ്സിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി കർവുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് യൂട്ടിലിറ്റി എങ്ങനെ റാങ്ക് ചെയ്യാം എന്നുള്ളതും കൂടെ ഇതുവഴി അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബെർഗ്സൺ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് നോക്കാം. സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വെൽബീയിങ്ങിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുമാണ് സോഷ്യൽ വെൽഫെയറിനെ അനലൈസ് ചെയ്യുന്നുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ സോഷ്യൽ വെൽഫെയറിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു സൊസൈറ്റിയിൽ ആകെയുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റീനെ അനലൈസ് ചെയ്തിട്ട് എത്രത്തോളമാണ് ആ ഒരു യൂട്ടിലിറ്റി എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യൽ വെൽഫെയർ മെഷർ ചെയ്യുന്നത്. പക്ഷേ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓർഡിനൽ കൺസെപ്റ്റിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ ബെർഗ്സൺ കൺസിഡർ ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റീനെ ഒരിക്കലും കാർഡിനൽ നമ്പർ വെച്ചിട്ട് മെഷർ ചെയ്യാനാവില്ല. ഓർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം യൂട്ടിലിറ്റീസിനെ റാങ്ക് ചെയ്യാനേ കഴിയും. അതുകൊണ്ട് തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാല്യൂ ജഡ്ജ്മെന്റ് ബേസ്ഡും അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ബേസ്ഡുമാണ്. ഒരിക്കലും കാർഡിനൽ നമ്പേഴ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ കഴിയില്ല. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ല എന്ത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. എക്കോണമിയിലെ വെൽഫെയറിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്സ് ആണ് ഇവിടെ ബെർഗ്സൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂട്ടിലിറ്റി ഓഫ് എയും യൂട്ടിലിറ്റി ഓഫ് ബിയുമാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായി മെഷർ ചെയ്യുന്നത്. W1, W2, W3 ആൻഡ് W4 എന്ന് പറയുന്ന 4 സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്സ് ഉണ്ട്. W1 എന്ന് പറയുന്നത് ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിൻ്റെ യൂട്ടിലിറ്റിയുടെ സെറ്റാണ്. അതുപോലെ തന്നെ W2 മറ്റൊരു യൂട്ടിലിറ്റിയുടെ സെറ്റാണ്. ഇനി ഓരോ കർവും കാണിക്കുന്നത് യൂട്ടിലിറ്റീസ് ഓഫ് എ ആൻഡ് ബി വിച്ച് ഈൽ ദി സെയിം ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ആണ്. എ എന്ന് പറയുന്ന ഗുഡിൻ്റെയും ബി എന്ന് പറയുന്ന ഗുഡിൻ്റെയും യൂട്ടിലിറ്റീസിൻ്റെ കോമ്പിനേഷൻസിനെയാണ് എയും ബിയും ഇ ഓഫ് എയും ഇ ഓഫ് ബിയും കാണിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് ഈ സോഷ്യൽ ഇൻഡിഫറൻസ് കർവുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടായി.
ആ ഒരു സൊസൈറ്റിയിൽ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട്, ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഈ ഒരു സൊസൈറ്റിയിൽ W1 എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവിന്റെ എ എന്ന് പറയുന്ന പോയിന്റിലാണ് സൊസൈറ്റി നിലനിൽക്കുന്നത്. ഇനി ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് എയിൽ നിന്നും സിയിലേക്ക് ആ സൊസൈറ്റി മൂവ് ചെയ്തു. അതായത് W1 നിന്നും W2ലേക്ക് സൊസൈറ്റി മൂവ് ചെയ്തു. അത് എന്താണ്, ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്തത് കാരണം തന്നെ എന്താണ്, ഈ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ സിയിൽ നിന്നും ഡിയിലേക്കായാലും സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു. കാരണം ഹയർ ഇൻഡിഫറൻസ് കർവുകൾ, ഹയർ സോഷ്യൽ ഇൻഡിഫറൻസ് കർവുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഹയർ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയറിനെ അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് സോഷ്യൽ യൂട്ടിലിറ്റീനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യും തോറും, ഹയർ സോഷ്യൽ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യും തോറും സൊസൈറ്റിയുടെ വെൽഫെയറും ഇംപ്രൂവ്ഡ് ആയി എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ എയിൽ നിന്നും ബിയിലേക്കാണ് ഒരു സൊസൈറ്റി ചേഞ്ച് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്താവില്ല, അത് വെൽഫെയറിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണക്കാക്കാനാവില്ല. എയും ബിയും എന്താണ്, സെയിം ലെവൽ ഓഫ് വെൽഫെയർ ആണ് കാണിക്കുന്നത്. സോഷ്യൽ വെൽഫെയർ എയിലായാലും ബിയിലായാലും തുല്യമാണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റമോ ബിയിൽ നിന്നും എയിലേക്കുള്ള മാറ്റമോ സോഷ്യൽ വെൽഫെയറിന്റെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണക്കാക്കില്ല. ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്നും മറ്റൊരു ഹയർ ഇൻഡിഫറൻസ് കർവിലേക്കുള്ള മാറ്റത്തെ മാത്രമേ എന്തായിട്ട് കണക്കാക്കൂ, സോഷ്യൽ വെൽഫെയറിൽ വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണക്കാക്കൂ. ഇനി സെയിം ഇൻഡിഫറൻസ് കർവിലാണ് മാറ്റം വരുന്നതെങ്കിൽ അതൊരിക്കലും സോഷ്യൽ വെൽഫെയറിൽ വന്നിട്ടുള്ള മാറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് സൊസൈറ്റി എങ്ങനെയാണ് ഇംപ്രൂവ്ഡ് ആകുന്നത്, ഒരു സൊസൈറ്റിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതേസമയം ഒരു സൊസൈറ്റി എപ്പോഴാണ് അവരുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ബെർഗ്സൺ സാമുവൽസന്റെ ക്രൈറ്റീരിയൻ വെച്ചിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ മാക്സിമം വെൽഫെയർ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. ഇത്തരത്തിൽ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് കാണുന്നത്, സൊസൈറ്റിയുടെ വെൽബീയിങ്ങിനെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് എങ്ങനെയാണ് അവരുടെ ബെനിഫിറ്റ്, അവരുടെ വെൽഫെയർ സെലക്ട് ചെയ്യുന്നത്, ഒരു സൊസൈറ്റി എങ്ങനെയാണ് അവരുടെ മാക്സിമം വെൽഫെയറിൽ എത്തുന്നത് എന്നുള്ളത് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ വെച്ചിട്ടാണ് ബെർഗ്സൺ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് ദി ലോക്കസ് ഓഫ് ദി വാരിയസ് ഫിസിക്കലി അറ്റൈനബിൾ യൂട്ടിലിറ്റി കോമ്പിനേഷൻസ് ഓഫ് ടു പേഴ്സൺസ് എന്നുള്ളതാണ്. എക്കോണമിയിലെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ടു പേഴ്സൺസിന്റെ ഫിസിക്കലി അറ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക്, രണ്ട് വ്യക്തികൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന യൂട്ടിലിറ്റിയിലെ കോമ്പിനേഷൻസിനെയാണ് എന്ത് കാണിക്കുന്നത്, ഈ ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ കാണിക്കുന്നത്. അവിടെ ഫാക്ടർ എൻഡോമെന്റ്സും സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയും പ്രിഫറൻസസും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ഒരു സമയത്ത് എൻഡോമെന്റ്സും സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയും പ്രിഫറൻസസും എല്ലാം സെയിം ആയിട്ട് നിലനിൽക്കുന്ന, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് ടു പേഴ്സൺസിന്റെ ഫിസിക്കലി അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന യൂട്ടിലിറ്റിയുടെ കോമ്പിനേഷൻസിനെയാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ കാണിക്കുന്നത്. അതായത് എല്ലാ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റിയുടെ ഓരോ പോയിന്റും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒപ്റ്റിമം പൊസിഷൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അവർക്കിടയിലുള്ള അവരുടെ പ്രോഡക്ട്സിന്റെ അലോക്കേഷൻ, കൺസ്യൂമേഴ്സിന്റെ ഇടയ്ക്കുള്ള പ്രോഡക്റ്റിന്റെ അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ എത്തുന്ന ഏരിയയാണ്, ഒപ്റ്റിമം ലെവലിൽ എത്തുന്നതാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഈ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിൽ എന്ത് കാണിക്കുന്നു, ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലെ ഓരോ പോയിന്റും ഒപ്റ്റിമം പൊസിഷനെയാണ് കാണിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഇടയ്ക്കും, സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിന്റെ ഇടയ്ക്കും പ്രോഡക്ട്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമം ലെവലിൽ എത്തുന്നത് ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലെ പോയിന്റിൽ എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലെ ഓരോ പോയിന്റും പാരറ്റോ ഒപ്റ്റിമം സിറ്റുവേഷൻ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലെ ഓരോ പോയിന്റും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്താണ്, ഈ പോയിന്റിൽ സൊസൈറ്റി നിലനിൽക്കുമ്പോൾ എന്താണ്, അവിടെ പാരറ്റോ ഒപ്റ്റിമം കണ്ടീഷൻ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. ഇവിടെ W1 ആൻഡ് W2, W3 ആൻഡ് W4 എന്ന് പറയുന്ന സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ 4 W1, W2, W3 ആൻഡ് W4 എന്തിനെയാണ് കാണിക്കുന്നത്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്സ് ആണ്. ഇനി അതുപോലെ തന്നെ വി ഡാഷ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ഉണ്ട്. ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ആണ് വി ഡാഷ് എന്ന് പറയുന്നത്.
ഈ സോഷ്യൽ ഇൻഡിഫറൻസ് കേഴ്സിലൂടെയാണ്, ഏത് സോഷ്യൽ ഇൻഡിഫറൻസ് കേർവിലൂടെയാണോ ഈ ഒരു യൂട്ടിലിറ്റി കേർവ്, ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് കടന്നു പോകുന്നത്, ആ ഒരു പോയിന്റ് ആയിരിക്കും മാക്സിമം പോയിന്റ് ഓർ ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ വി ഡാഷ് എന്ന് പറയുന്ന ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് W3 എന്ന് പറയുന്ന സോഷ്യൽ ഇൻഡിഫറൻസ് കേർവിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവും W3 എന്ന് പറയുന്ന സോഷ്യൽ ഇൻഡിഫറൻസ് കേർവും ടാൻജന്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ Q എന്ന് പറയുന്ന പോയിന്റ് ആണ് ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഈ ഒരു സൊസൈറ്റീനെ സംബന്ധിച്ച്, ഒരു സൊസൈറ്റിയിലെ വ്യക്തികളെ സംബന്ധിച്ച് Q എന്ന് പറയുന്ന പോയിന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള വെൽഫെയർ ലെവൽ എന്ന് പറയുന്നത്. ഈ ക്യൂവിന്റെ അപ്പുറത്തേക്ക് ഒരു സൊസൈറ്റിക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ നിലനിൽക്കുന്ന അവരുടെ പ്രിഫറൻസസും അവരുടെ ടെക്നോളജിയും അവരുടെ എൻഡോമെന്റ്സും എല്ലാം വെച്ചിട്ട് അവർക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ്. എങ്ങനെയാണ് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുള്ളത്? ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് ഏത് ഇൻഡിഫറൻസ് കേർവിനെയാണോ, ഏത് സോഷ്യൽ ഇൻഡിഫറൻസ് കേർവിലൂടെയാണോ കടന്നു പോകുന്നത്, ആ ടാൻജൻസി ഏരിയയാണ് എന്ത് ഒപ്റ്റിമം ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിനെ കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് കൺസ്ട്രെയിൻഡ് ബ്ലിസ്? കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്നറിയപ്പെടുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം W3 എന്ന് പറയുന്നത് മൂന്നാമത്തെ സോഷ്യൽ ഇൻഡിഫറൻസ് കേർവാണ്. W3നേക്കാൾ കൂടുതലായിട്ട് ഉള്ള വെൽഫെയർ W4 എന്ന് പറയുന്ന സോഷ്യൽ ഇൻഡിഫറൻസ് കേർവ് നൽകും. പക്ഷെ എന്നിട്ടും Q എന്ന് പറയുന്ന W4നേക്കാൾ താഴെയുള്ള W3യിൽ കിടക്കുന്ന Q എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഒപ്റ്റിമം ലെവലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് അതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കാരണമാണ് Q എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയത്? ഒപ്റ്റിമം ലെവലായിട്ട് മാറിയത്. ഇതിനെ കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്നറിയപ്പെടാൻ കാരണം ഒരു സൊസൈറ്റിക്ക് അവർക്ക് നൽകിയിട്ടുള്ള ടെക്നോളജിയും അവിടെ നിലനിൽക്കുന്ന ടെക്നോളജിയും അവരുടെ എൻഡോമെന്റ്സും എല്ലാം വെച്ചിട്ട് മാക്സിമം അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് Q എന്നുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സൊസൈറ്റിക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് Q എന്ന് പറയുന്ന പോയിന്റിനെ കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്നറിയപ്പെടുന്നത്. കൺസ്ട്രെയിൻഡ് ബ്ലിസ് എപ്പോഴാണ് അറ്റൈൻ ചെയ്യുന്നത്? ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് സോഷ്യൽ ഇൻഡിഫറൻസ് കേർവിനെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് കൺസ്ട്രെയിൻഡ് ബ്ലിസ്. അവിടെയാണ് ഒരു സൊസൈറ്റിക്ക് അവരുടെ മാക്സിമം വെൽഫെയർ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.